വിളിക്കാൻ മൊബൈലിൽ മോണിതാ ഒരാൾ ഷൂ ഇട്ടു. മറ്റുള്ള മൊയ്സിനെ കാണിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക്. നല്ല വലിക്കുന്നുണ്ട്, അത്ര ഹീറ്റാണ് കേട്ടോ, ചൂടാണ്. സത്യം പറഞ്ഞാൽ ഇത് ഒരു ക്ലൈമറ്റ് ഒരു 56 ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അങ്ങനെയാണ് ഫീൽ ആവുന്നത് കേട്ടോ. ഒരു നിമിഷം മതി കറി വാലിച്ച് പാലാണ്. സപ്പോർട്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്കൊരു കല്യാണ വീട്ടിലേക്ക് പോകണം. കല്യാണത്തിന് പോകണം. അതിന് ശേഷം ഇന്ന് വീട്ടിൽ കുറച്ച് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കാണ്. ആ ഒരു കാര്യങ്ങൾ പിന്നെ ഞാനിന്ന് സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഓൾറെഡി സ്റ്റഡി ആക്കിയിട്ടുണ്ടല്ലേ കുറച്ച്. സോ ഒരു ആരെങ്കിലും സപ്പോർട്ട് എടുത്തുകൂടി ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എനിക്കറിയില്ല എന്താവുന്നുള്ളത്. നോക്കാം. നമ്മൾ ഇന്ന് റെഡി ആവുന്നുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റൈലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഉമ്മ ഉണ്ടാക്കിയ സജ്ജികയാണ്. അപ്പോൾ ഉമ്മ സജ്ജിക ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ചായ ആണ് കേട്ടോ. പിന്നെ കുട്ടികളാരും സ്കൂളിൽ പോയിട്ടില്ല. ഇവരെല്ലാം പോവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് സ്കൂൾ പോവാതെ എന്നെ കാത്തിരിക്കുകയാണ്. ഓക്കെ, എനിവേ നമുക്ക് ഫുഡ് കഴിക്കാം. പിള്ളേരെല്ലാം ടേസ്റ്റിട്ട് സജ്ജിക്കാനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മാൻ്റെ സജ്ജിക ഒരു തവണ കഴിച്ചാൽ വീണ്ടും വന്ന് ചോദിച്ച് കഴിക്കും. അപ്പോൾ ഈ സജ്ജിക ഈവനിങ് വരെ ഉണ്ടായാലും കറി ഉണ്ടെങ്കിൽ മതി ഡിയേഴ്സ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഉമ്മക്കാണെങ്കിൽ വിശന്നിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ഉമ്മ നല്ലോണം ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. പിന്നെ ഇത് പാലാണ്. ഉമ്മ നല്ലൊരു അടിപൊളിയായ ചായയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൻ്റെ ബോട്ടിൽ ഇടുമ്പോൾ തന്നെ മനസ്സിലായാലും ഉമ്മ എന്നോട് ദേഷ്യത്തിലാണെന്നുള്ളത്. വെറുതെ എൻ്റെ അടുത്ത് പിടങ്ങാൻ കഴിച്ച് എന്താ ചെയ്യാ, പിടങ്ങാണ്. ഒരു ഉമ്മമാർ പിടങ്ങിയാൽ എൻ്റെ ഉമ്മാനെ ശരിയാക്കാൻ 4 ദിവസം വേണം. അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് പിണങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പിടങ്ങാനുള്ള കാരണം ഒന്നുമല്ല, ഒരു ചെറിയ കാര്യങ്ങളാണ്. ആരെങ്കിലും വന്നാൽ അവരുടെ മുഖം വീർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാഷ്വലി പറയുന്നതാണ്. നമ്മൾ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ചിരിച്ച് സംസാരിക്കണം, അവരുടെ മുഖം വിരിക്കരുത്, മനസ്സിന് വേദന ആവും അവർക്ക് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു കാഷ്വൽ പറഞ്ഞതാണ്. ഉമ്മ വിചാരിച്ചത് ഞാൻ ഉമ്മാക്ക് പറഞ്ഞതാണെന്നുള്ളത്. ഞാൻ എത്ര പറയുമ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് അടിക്കൂടിക്കൊണ്ടേ ഇരിക്കാണ്. ഞാനിവിടെ വെച്ച് ഞാനങ്ങനെ മുഖം വീർക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആലോചിക്കാം ഉമ്മ എന്താ സംസാരിക്കുന്നത്. ഞാനൊരു കാഷ്വലായിട്ട് പറഞ്ഞതാ, അങ്ങനെ ആരോടും ചെയ്യരുത് എന്നുള്ളത്. ഇപ്പം നമ്മൾ പറയില്ല, നമ്മളെ കുട്ടികളോടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഞാൻ ഉമ്മാക്ക് പറഞ്ഞതുപോലെ ഉമ്മ ഫീൽ ചെയ്തിട്ട് ഞാൻ എന്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫൈറ്റാ. അപ്പം എനിക്കാണെങ്കിൽ സബരെടുക്കാണ്. ഉമ്മല്ലേ, വേറെ ആൾക്കാരാണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉമ്മക്ക് ചില സംടൈംസ് ലിസണിങ് പവർ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഉമ്മാനൊരു റെസ്പെക്റ്റ് ഇല്ല, ആരെങ്കിലും ഉമ്മാക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പഴയ കഥകൾ അത് ഇതൊക്കെ വന്നു. അപ്പം സംടൈംസ് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് കാര്യം. കാരണം ഞാൻ പറഞ്ഞാൽ ഓപ്പൺ മൈൻഡാണ്. അപ്പോൾ ആർക്കും നമ്മളെ വീട്ടിൽ ഗസ്റ്റായിട്ടൊക്കെ വന്നാൽ അവരെ മനസ്സിനൊന്നും വേദനിപ്പിക്കാതെ നല്ലോണം ചിരിച്ചിട്ടാണ് സംസാരിച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ സംടൈംസ് ഞാനത് വീട്ടിൽ ഞാൻ എൻ്റെ കുട്ടികളോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. ആരും വന്നാൽ ചിരിക്കണം, ചിരിച്ചിട്ട് അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് സ്വീകരിക്കണം. അപ്പോൾ വന്ന് അവർക്ക് ഓരോ സന്തോഷമാണ്. സംടൈംസ് അവർ നമ്മളെ മുഖം ശ്രദ്ധിക്കുക, അവർക്ക് വന്നത് ഹാപ്പി ഉണ്ടോ ഇല്ലയോ അല്ല എന്തെങ്കിലും ആയോ. അപ്പം നമ്മൾ അവരിങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഓടിയാൽ അവർക്ക് തന്നെ ഇൻസൾട്ട് ആവുമല്ലോ, പോകാൻ പാടില്ലായിരുന്നു. ആരെങ്കിലും അത്രയും ഒരാൾ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വന്നാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. അവർ എത്ര ശത്രു ആണെങ്കിലും ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചാൽ ആ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ ബർക്കത്ത് ആൻഡ് റഹ്മത്ത് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഞാൻ ഉമ്മയുടെ ഒരു കുഞ്ഞു പറയാൻ മീൻസ് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവരോട് ചേച്ചി സ്വീകരിക്കണം. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവരോട് കാണിക്കരുത്. അപ്പോൾ അവർ വിചാരിക്കും അവർ വന്നതിനായിരിക്കും. അതൊക്കെ പറയും.
റബ്ബ് ഇന്നലെ രാത്രി ഞാൻ അത്രയും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. കാരണം എനിക്ക് വീട്ടിൽ ആരോടും ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഒന്നാമതേ ഞാൻ പെടകാറില്ല. അനാവശ്യമായി ടെൻഷൻ എടുക്കുന്ന ആവശ്യം എന്താ ഉള്ളത്? ഉണ്ണാണ് തിന്നാണ് കുറവുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ എടുക്കാം. അതൊന്നും ഇല്ല. ബിന്ദസായിട്ട് ഇരിക്കുന്ന ലൈഫ് അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ വീട്ടിലത്തുള്ള പ്രശ്നങ്ങൾ അല്ല അടുത്ത വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ വെറുതെ നമ്മളെ തലയിലിട്ടിട്ട് നമ്മൾ വെറുതെ ടെൻഷൻ എടുത്തിട്ട് ആവശ്യമില്ലല്ലോ. നമ്മൾ എന്തുണ്ടെങ്കിലും ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ ഏത് കാര്യത്തിലും ആരെ കാര്യത്തിലും ഞാൻ ടെൻഷൻ എടുക്കാറില്ല. പിന്നെ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് കണ്ടാൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതല്ലാതെ ബട്ട് അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അല്ല അവർ എന്തെങ്കിലും പറഞ്ഞു അല്ല അവർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് ടൈമുമില്ല, ഞാൻ ചിന്തിക്കാറുമില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം ചില കാര്യങ്ങൾ ഞാൻ ഉമ്മയോട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആരോഗ്യത്തിന് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മൾക്ക് ഡൈജസ്റ്റ് ആവണമെങ്കിൽ നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ അവരെന്ത് പറഞ്ഞു ഇവരെന്ത് പറഞ്ഞു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നന്നായാലും ആൾക്കാർ പറയും, നന്നായില്ലെങ്കിലും ആൾക്കാർ പറയും, നമ്മൾ നിന്നാലും പറയും ഇരുന്നാലും പറയും. അപ്പം നമ്മളെ ലൈഫ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മൾ ഇതാണ്. അപ്പം നമ്മൾ എത്ര നേരം പെർഫെക്റ്റ് ഉണ്ടോ ആൾക്കാർ പറയിപ്പിക്കാനല്ല നമ്മൾ പെർഫെക്റ്റ് ആവേണ്ടത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ പെർഫെക്റ്റ് ആയാൽ മതി. ആൾക്കാർ മുമ്പിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിൽ കണ്ടാലും അത് അവർക്ക് വിട്ടതാണ്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ലൈഫ് സക്സസ് വേയിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ചെയ്യാത്ത കുട്ടികളല്ല നമ്മൾ കേൾക്കുന്നതെന്നുള്ളത്. സോ എന്തായാലും ഒരുപാട് സംസാരിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഉമ്മ ഇങ്ങനെയുള്ള ഇമോഷണലായിട്ട് ഇങ്ങനെ സാഡായിട്ട് 5 ദിവസമെല്ലാം സംസാരിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കഴിയും. കാരണം നമുക്കറിയില്ല, ഞാനിപ്പോൾ എൻ്റെ കുട്ടികളോടൊന്നും പെടങ്ങാറില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല കൊഞ്ചിച്ചോ വിളിച്ചിട്ടെല്ലാം എണിപ്പിക്കുമല്ലോ. എനിക്കുണ്ട് സ്ട്രെസ്സ് കാര്യങ്ങൾ ടെൻഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇനി കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ അതിനൊക്കെ കാണിക്കുന്നില്ല ആരോടും. എപ്പോഴും ആരും വന്നാൽ അവരോട് ഹാപ്പി ആയിട്ടായിരിക്കും. കാരണം അവരോട് നമുക്ക് ഇങ്ങനെ വേദന ഉണ്ടോ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്കതൊക്കെ ഒരു സ്റ്റോറി ആയിട്ട് മാത്രം മാറില്ലല്ലോ. സോ അങ്ങനെയാണ് ഞാൻ ചിലതൊക്കെ മോട്ടിവേഷൻസ് ഡോക്ടറൊക്കെ നോക്കും. വരുന്ന ആൾക്കാരെ വീട്ടിൽ വന്ന ഗസ്റ്റിന് ഞാൻ നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ സംസാരിച്ചിട്ട് നല്ല രീതിയിൽ സ്വീകരിച്ചിട്ട് അയക്കില്ല. പിന്നെ അവർ വീണ്ടും എപ്പോഴെങ്കിലും വരുമ്പോൾ ഒരു 100 തവണ ഇങ്ങോട്ട് വിളിക്കും, നിങ്ങളുണ്ടോ വീട്ടിലുണ്ടോ എന്നുള്ളത്. ഷുഗർ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മളെ സജ്ജിക്കാണ് എന്തും മരുന്നല്ല ആശ കാട്ടി കണ്ട ചൂട്ടുമ്മ ചൂട്ടുമ്മ ചായ ഏലക്കല്ലിട്ടിരിക്കണ മസാല ഇട്ടില്ല, മസാല ചായ. ഫോക്കിലാർക്കെങ്കിലും സജ്ജി കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാ, ഞാൻ കഴിച്ചു. ടെക്നിക് പഠിക്കണം. ടെക്നിക് പഠിച്ചാൽ ഈസിയായി കഴിക്കാൻ പറ്റും. Today we have to try to clean Lucy's doghouse. This is going to be gross. Like the video if you guys are excited for today's episode. And also comment down below if you want to show like these people right here. And also subscribe. Guys, pare endha ulladu. Hello guys. Today my mother has so much kelly cream in her bag. ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരപ്പിച്ച കെല്ലി ക്രീം ഇട്ടിട്ട് ഫേസ്ക്ക് അപ്ലൈ ചെയ്തതാണ് കേട്ടോ. അപ്പം അതിനെ പറയുന്നതാണ് കാറിലിരിക്കാൻ വേണ്ടി കാറും എന്താണ് ഇതും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കല്യാണത്തിൻ്റെ ഡേ ഷോ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഉമ്മച്ചിക്കാവുന്ന AC ഓഫാക്കോ, ഓഫാക്കാം. നമ്മൾ റെഡി ആയി. എന്തോ ഒരു ബൂർ പോലെ കാണുന്നുണ്ട് ഗൈസ് എനിക്കിന്ന്. ഹെയർ ഇങ്ങനെ ആയിട്ടാണോ ഞാൻ വയസ്സായാലും ഇങ്ങനെ തന്നെയല്ലേ, പെട്ടെന്നല്ലേ എല്ലാവർക്കും വയസ്സാവലും. അച്ഛാണ് കേട്ടോ അന്ന് കൊണ്ടുവന്നതാണ് ഇതും പിന്നെ ഈ ബ്രാസ്ലെറ്റ് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. 250 സംതിങ് എന്തോ ആണ്. നല്ല രസമാണ് ഇങ്ങനെ വാച്ചിൻ്റെ കൂടെ. സീപ്പിൻ്റെ ചാർജറൊന്നും എടുക്കണം, പിന്നെ ക്യാമറേൻ്റെ ചാർജർ എടുക്കണം. ഒരുപാട് പണിയുണ്ട്. നീ ഇഷു ഷൂയിട ക്യാമറ അയ്യോ ഒരു കുട്ടിയെ ചാർജ് ആയിട്ടില്ല. 6
എടുത്തിട്ട് ചെയ്യും. സാറില്ല വച്ചിടണ്ട, എനിക്ക് വച്ചിടുന്ന കേൾക്കാൻ വഴിയത് ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി. അത് വച്ചിട്ടിട്ട് സീനുണ്ടാക്കും. ഞാൻ പറഞ്ഞു സാറില്ല വച്ചിടണ്ട എന്ന്. റെഡിയായി ഗൈസ്. എൻ്റെ അങ്ങനെ കാണുന്നുണ്ട് കല്യാണത്തിലെ രസം കാണുന്നുണ്ടോ ഇല്ലയോ എല്ലാം പറയാം, നിങ്ങൾ തന്നെ പറയണം. വിളിക്കാൻ മൊബൈലിൽ മോണിതാ ഒരാൾ ഷൂ ഇട്ടു. മറ്റുള്ള മൊയ്സിനെ കാണിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക്. മൊയ്സിതാ പുതിയാംപ്ല ചെക്കൻ ഇതാ. വീഡിയോ എടുക്കാം. വാങ്ങി തരൂല, പിന്നെ വാങ്ങി തരൂല. മച്ചിനെ സപ്പോർട്ട് ആക്കുന്ന കുട്ടികളും മച്ചിന് ഇഷ്ടം. ചിക്കൻ ഫുള്ള് കാണിക്കുന്നില്ല, വേണ്ട ഫുള്ള് കാലിയാണ്. ഇതായിട്ട് ഹാളിൻ്റെ ആ ഒരു പ്ലേസസ് രസമുണ്ടല്ലേ കാണാൻ, ആ വ്യൂ പോയിൻറ്റ്സ്. അപ്പം നമ്മൾ വന്നതുകൊണ്ട് ലേറ്റായി. ഞാനല്ലേ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ 1 hour എടുത്തിവിടെ. 1 o'clock എത്തുമ്പോൾ തന്നെ അങ്ങനെയാണ് കേട്ടോ. എല്ലാവരും കാലി ചോറുമാ റഷൊന്നും ഇല്ലായിരുന്നു. നന്നായി ഒരു ടൈം, ബെസ്റ്റ് ടൈമായിരുന്നു വന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു കോഫി കുടിക്കാൻ പോട്ടെ. എന്താണ് മൈസൂർ പാക്കില്ല, വന്ന ലേറ്റായില്ലേ കഴിഞ്ഞ അവിടെ. അത് ചിച്ചിയാണ്, ആരാർ കഴിച്ചു വിട്ടതാ. മൊയ്ജ് എന്താ മൊയ്ജ് നോക്കും പുതിയ അമ്പലം. നമ്മള് ആര് സ്പീക്കറാ. നിങ്ങൾക്ക് ചെക്കനോട് ഫോട്ടോ എടുക്കണമായിരുന്നോ? ചെക്കനോടോ ബാക്കിലോട്ട് വീഴാണ്. സബറാക്കി അർജൻറ്റ് ചെയ്യാം. എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ ഫുഡ് കഴിക്കണം. ആദ്യം ഫുഡ് കഴിക്കും, അതിനുശേഷം ഒരു നിമിഷം പോലെ എടുക്കാറില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്നവരെ ഭയങ്കര വെപ്രാലാണ്. പോയി അവിടെ വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടാവല്ലേ ബാംഗ്ലൂരിൽ
ബന്ധിടുന്നത് ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ബന്ധിടുന്നത് പറയുന്നു. അയ്യോ, ഇവിടുന്ന് വ്യൂ പോയിന്റ് കാണിക്കാം, നിങ്ങൾ ഭയങ്കര അത്ഭുതപ്പെടും. റബ്ബേ, ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലോ. അവിടുന്ന് വ്യൂ പോയിന്റിലൊക്കെ സൂപ്പറാണ് കേട്ടോ. ശംഖത്തിൻ്റെ മുകളിലും അത് മൈ ഗോഡ്, ഇത്ര രസകരമായ വ്യൂ പോയിന്റാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര വെയിലുണ്ട് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. കണ്ടില്ലേ കുട്ടിയല്ലേ. ഓ മൈ ഗോഡ്, ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഗൾഫ് പോലെ ഉണ്ട്, ദുബായ് പോലെ ഇത് ടെമ്പറേച്ചർ. അപ്പാ, എനിക്ക് തന്നെ ഒരു നിമിഷം ഇവിടെ നിന്നിട്ടുണ്ടല്ലോ, തല വലിക്കുന്നുണ്ട്, അത്ര ഹീറ്റാണ് കേട്ടോ, ചൂടാണ്. സത്യം പറഞ്ഞാൽ ഇത് ഒരു ക്ലൈമറ്റ് ഒരു 56 ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അങ്ങനെയാണ് ഫീൽ ആവുന്നത് കേട്ടോ. ഒരു നിമിഷം മതി കറി വാലിച്ച് പാലാണ്. Rima. അങ്ങനെ മാറി ഫൈനൽ ഞങ്ങൾ വന്നിട്ടോ, ഫൈനലി റീച്ചായി. നേരെ വന്നിട്ട് ഞങ്ങൾ പോകുന്നത് മെഡിസിൻ കാണിട്ട്. ഉമ്മക്കാണെങ്കിൽ പെട്ടെന്ന് ഫീവർ വന്നു. ഫീവറും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഉമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് രാത്രി. ഇവിടെ 9 o'clock ആയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് പോവാം. നിന്നവിടെ എല്ലാം മൊബൈലാണ്. മൊബൈൽ കൊടുക്കാൻ പാടില്ല. ഒരു കാലം ഞാൻ വിട്ടു, പിന്നെ എടുക്കുന്ന മൊബൈൽ ഹോസ്റ്റലിൽ മൊബൈൽ യൂസ് ആക്കുന്ന കുട്ടിയല്ലേ. ഉമ്മാനെ കൂട്ടി പോകാന് ഉമ്മാമ്മനെ വിരിച്ചിട്ടോ വന്ന് വണ്ടിയായിട്ട് ആലായിട്ട് വന്നിട്ടോ. ഉമ്മക്ക് ഫീവർ വരുമ്പോൾ സുഖല്ല ഇല്ലെങ്കിലുണ്ടല്ലേ വീഡിയോ ചെയ്യാൻ പാടില്ല. അത് കാണണം, നിന്റെ മോൻ കാണണം നിന്റെ അവസ്ഥ. ഒക്കെ വന്ന സുഖമില്ല, അതിങ്ങനെ നടന്ന് ക്ലിനിക്കാണ് വന്നത്. അതിൻ്റെ ക്ലിനിക്കാണ് വന്നത്. ഓ ചെറുപ്പം സ്ലിപ്പർ ഊറും ഷൂ ഊറും.